ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പനത്തോട്ടിൽ ഇവിടെ പ്ലാന്റേഷൻ്റെ ഉള്ളിലൊന്ന് വന്നാണ്. അപ്പോൾ കണ്ടോ, ഞാൻ കുറച്ച് പനയാണ്. അതുപോലെ പുഴയുടെ ഒരു ഭംഗി നോക്കിയാൽ പുഴയുടെ ആംബിയൻസ് നോക്കിയാൽ എൻ്റെ പൊന്നോ, ഈ കാണുന്ന തൂണുകളൊക്കെ ഫെൻസിങ് ആണ്. കണ്ടോ പുഴ. അപ്പോൾ ഗൈസ്, ഈ ഇട്ടേക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഫെൻസിങ് ആണ്. നിങ്ങളെൻ്റെ പഴയ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടു കാണും ഇങ്ങനത്തെ ഫെൻസിങ് തൂണുകൾ ഇട്ടേക്കുന്നത്. ആന മറിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആനയുടെ ശല്യം വളരെ രീതിയിൽ ഇല്ല. ഇത് കണ്ടോ ഗൈസ്, ഒരു കൊക്കിൻ്റെ ആംബിയൻസ് കണ്ടോ. ഇപ്പോൾ കുറച്ച് കൂട്ടം കൊക്കുകൾ വരും. കണ്ടോ ഇവിടെ പുഴയിൽ ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിനകത്ത് വീഡിയോയിൽ കാണാൻ കണ്ട കൊക്കുകളുടെ കൂട്ടം നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി. കണ്ടോ, അത് കൂട് ചേർക്കാൻ വേണ്ടി പോണ ഒരു സമയമാണ്. അപ്പോൾ വൈകുന്നേരം സമയം ആയതുകൊണ്ടാണ്, സൂര്യൻ അസ്തമിക്കാറായി. അപ്പോൾ അതാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ നടന്നു പോവുകയാണ്. ഞാനും എൻ്റെ മേമയും കൂടിയാണ് പുഴയിൽ വന്നത്. അപ്പോൾ പുഴയിൽ നിന്ന് തിരിച്ച് വീട്ടിയിട്ട് നടക്കുകയാണ്. അപ്പോൾ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ എപ്പോഴും മൊത്തം പ്ലാന്റേഷൻ ആയിരിക്കും എല്ലായിടത്തും. കണ്ടോ, പ്ലാന്റേഷൻ ഫുള്ള് ഈ എണ്ണപ്പന മാത്രമേ ഉണ്ടാവുള്ളൂ, അതും കാടും. കാരണം ഇവിടെ ഇപ്പോൾ എണ്ണപ്പന ആരും ശ്രദ്ധിക്കാതെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും മൊത്തത്തിൽ കാട് കയറി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആന തിന്നിട്ട് ബാലൻസ് ഉള്ള, അതായത് ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ തെങ്ങിൻ്റെയും പനകളുടെയും അത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഈ അതിരപ്പള്ളിയിലെ മൊത്തം പ്ലാന്റേഷൻ തുടങ്ങുന്നതിൻ്റെ ആദ്യം തൊട്ട് ആദ്യം വരെ എല്ലായിടത്തും ഇതേപോലെ പന മറിച്ചിട്ട് തിന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പോണ വഴിയിൽ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഈ നീല കളർ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പണ്ട് ഇവിടെ ഈ പ്ലാന്റേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. ഇവിടുത്തെ പണിക്കായിട്ട് സാധനങ്ങളും മറ്റും എല്ലാം സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു ചെറിയൊരു വീടാണ്. അവരുടെ തന്നെ ഒരു വീടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ സംഭവമൊന്നും നടക്കാത്തതിനാൽ ഇതൊക്കെ പൂട്ടിപ്പോയി. കണ്ടോ, മൊത്തത്തിലൊരു സൂര്യൻ അസ്തമിക്കാറായതുകൊണ്ട് ആകാശം മുഴുവനൊരു ഗോൾഡൻ ഷെയ്ഡ് കൊണ്ട് മൂടിയേക്കുവാണ്. കണ്ടോ, അപ്പോൾ പനയിലേക്ക് തന്നെ ഞാൻ സൂം ചെയ്തിട്ട് പോലും നമുക്ക് ആകാശം അത്ര ക്ലിയർ അല്ല. കാരണം ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാവുന്ന സമയമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഭീകരാന്തരീക്ഷത്തിൽ കിടക്കുന്ന വീട്. അതായത് ഇവിടെയുള്ള ആളുകൾക്ക് താമസിക്കാനുള്ളൊരു ചെറിയ ടെൻറ്റ് പോലെയുള്ള സ്ഥലമായിരുന്നു. അതിപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം കേട്ടോ. ടാറ്റ ബൈ ബൈ. പരമാവധി വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റ.